ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ റീത്തയെയാണ്. നിങ്ങളുടെ ക്ലേശങ്ങളുടെയും സഹനങ്ങളുടെയും ഭാരം മുഴുവൻ യേശുനാഥന്റെ ചുമലിൽ വയ്ക്കുക. നിനക്ക് വേണ്ടി അവിടുന്ന് അത് വഹിക്കും. ഒരിക്കൽ അവിടുന്ന് ഭാര്യമേറെ കുരിശ് വഹിച്ചുവെന്ന് ഓർമ്മിക്കുക എന്ന വിശുദ്ധ റീത്തയുടെ വാക്കുകൾ നമുക്ക് ഓർത്തുകൊണ്ട് തുടങ്ങാം. നീണ്ട കാത്തിരിപ്പിന് ശേഷം കാലം കാത്തിരുന്ന ആ പുണ്യദിനം വന്നു. 1381 മെയ് 22 അമ്മാതായ്ക്കും അന്തോണിയായ്ക്കും ദൈവം ദാനമായി ഒരു കുഞ്ഞിനെ നൽകി. കുഞ്ഞിനെ എന്ത് പേരിടണമെന്ന് ചിന്തിച്ചിരിക്കുന്ന അവസരത്തിൽ ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ട് അമ്മാതായോട് പറഞ്ഞു, നീ റീത്ത എന്ന പേരിടുക. വളരെ ചെറു പ്രായത്തിൽ തന്നെ ചുറുചുറുക്കോടെ വീട്ടിലെ ജോലികളെല്ലാം റീത്ത ചെയ്യുമായിരുന്നു. ആ കാലഘട്ടത്തിലെ രീതി അനുസരിച്ച് പെൺകുട്ടികൾ 12-ാം വയസ്സിൽ ഭാവി തീരുമാനമെടുക്കണം. വൃദ്ധരായ മാതാപിതാക്കൾ അവൾക്ക് വിവാഹാലോചനകൾ തുടങ്ങി. ചെറുപ്പം മുതലേ തന്റെ കന്യാത്വം ദൈവത്തിന് സമർപ്പിക്കാൻ അവൾ ആഗ്രഹിച്ചു. ഒരു ദിവസം അവൾ തന്റെ ആഗ്രഹം മാതാപിതാക്കളോട് പറഞ്ഞു. അവർ ഞെട്ടിപ്പോയി. വൃദ്ധരായ തങ്ങളെ ശുശ്രൂഷിക്കാനുള്ളവർ മഠത്തിൽ പോകുന്നുവോ? അവരുടെ നെറ്റി ചുളിഞ്ഞു. തുടർന്ന് വന്ന ദിവസങ്ങളെല്ലാം റീത്തയും മാതാപിതാക്കളും തമ്മിൽ ഒരു വടംവലി തന്നെ നടന്നു. ഒടുവിൽ അവൾ തന്റെ മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് മുന്നിൽ അനുസരണയുള്ള മകളാകുവാൻ തീരുമാനിച്ചു. കന്യാസ്ത്രീ ആവുക എന്ന അവളുടെ ആഗ്രഹത്തിന് വിവാഹാലോചന ഒരു തടസ്സമായിരുന്നു. റീത്തയെ വിവാഹം കഴിക്കാൻ ഒരുപാട് പേർ ആഗ്രഹിച്ചു. അവർ ഫെർഡിനാൻഡോ എന്ന യുവാവിനെ തങ്ങളുടെ മകൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തു. സമ്പന്ന ശേഷിയുള്ള കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു ഫെർഡിനാൻഡോ. അയാൾ വളരെ അഹങ്കാരിയായിരുന്നു. കാനാൻ നിയമപ്രകാരം അവർ വിവാഹിതരായി. വിവാഹത്തിന്റെ ആദ്യ ദിനങ്ങൾ സന്തോഷകരമായിരുന്നു. കൊട്ടാര സദൃശ്യമായ ഭർതൃഭവനത്തിലെ റീത്തയുടെ ജീവിതം ഉത്തമമായ ഭാര്യയുടേതായിരുന്നു. എങ്കിലും സമ്പന്ന കുടുംബത്തിലെ ബാഹ്യമായ ആഘോഷങ്ങളിലൊന്നും അവൾ പങ്കെടുത്തില്ല. ദിവസങ്ങൾ കടന്നുപോയി. അദ്ദേഹം റീത്തയെ മർദ്ദിക്കുകയും പരുഷ്യമായി പെരുമാറുകയും ചെയ്തു. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുകയും കുറ്റപ്പെടുത്തുകയും പതിവായി. കൂട്ടുകാരുമായി ആനന്ദിക്കുന്നതിലും ചൂത് കളിക്കുന്നതിലും സമയം ചെലവഴിച്ചു. കുടുംബത്തിലെ പണം ചോർന്നു പോകാൻ ഇത് കാരണമാക്കി. റീത്ത അദ്ദേഹത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ ഭർത്താവിനെ മോശക്കാരനായി ചിത്രീകരിച്ചില്ല. എല്ലാം ക്ഷമയോടെ സഹിച്ചു. റീത്ത കർത്താവിന്റെ മുന്നിൽ പ്രാർത്ഥനയോടെ ഉപവാസവും പ്രായശ്ചിത്ത പ്രവൃത്തികളും ചെയ്തു. ഒരിക്കലും അവൾ ഭർത്താവിനെ കുറ്റപ്പെടുത്തിയില്ല. എന്ന് മാത്രമല്ല, ബഹുമാനിച്ചും അനുസരിച്ചും ജീവിച്ചു. അനേകം കുടുംബിനികൾക്ക് റീത്ത മാതൃകയായി. മദ്യപിച്ച് തന്റെ നേരെ ചെയ്ത അതിക്രമങ്ങളെല്ലാം അതുവഴി കുടുംബത്തിനുണ്ടായ നഷ്ടങ്ങൾ എത്രമാത്രമാണെന്നും റീത്ത ഫെർഡിനാൻഡോയ്ക്ക് ബോധം വരുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇത്തരത്തിലുള്ള റീത്തയുടെ വിധേയത്വവും എളിമയും പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ മനമിളക്കി. താൻ ചെയ്ത കാര്യങ്ങളെപ്പറ്റി കുറ്റബോധം ആ ചിന്ത മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ക്രമേണ കോപം ക്ഷമിച്ചു. റീത്തയുടെ പീഡനകാലം അവസാനിച്ചു. മദ്യപാനവും ചീത്ത കൂട്ടുകെട്ടും ഉപേക്ഷിച്ചു. റീത്തയുടെ പെരുമാറ്റം അദ്ദേഹത്തെ നല്ല ക്രിസ്ത്യാനിയാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ മാനസാന്തരത്തിനു ശേഷം ആ കുടുംബത്തിൽ അനുഗ്രഹമഴ പെയ്യാൻ തുടങ്ങി. ഈ ദമ്പതികളുടെ ദാമ്പത്യ വലരിയിൽ 2 കുസുമങ്ങൾ വിരിഞ്ഞു. ആദ്യ കുഞ്ഞിനെ ജിയോവാനി എന്നും രണ്ടാമത്തെ കുഞ്ഞിനെ പാവലോ എന്നും പേരിട്ടു. മക്കളെ നല്ല ക്രിസ്ത്യാനിയായി വളർത്താൻ അവർ ശ്രദ്ധിച്ചു. ബൈബിൾ കഥകളും ക്രിസ്തീയ മൂല്യങ്ങളും അവർ മക്കൾക്ക് പറഞ്ഞുകൊടുത്തു. അപ്പോഴാണ് റീത്തയുടെ ഹൃദയം കുലുക്കിയ സംഭവം ഉണ്ടായത്. ഫെർഡിനാൻഡോ മാനസാന്തരപ്പെട്ടെങ്കിലും പണ്ടവർ പീഡിപ്പിച്ച അനേകർ അദ്ദേഹത്തോട് പകവീട്ടാൻ കാത്തിരുന്നു. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മുൻകാല ശത്രുക്കൾ ചീറിയെടുത്തു. അവർ കരുതി വെച്ചിരുന്ന കടാര ഫെർഡിനാൻഡോയുടെ ശരീരത്തിൽ കുത്തിയിറക്കി. അദ്ദേഹം മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയവർ ശരീരം പെരുവഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. ഭർത്താവ് അന്ത്യകുദാശ സ്വീകരിക്കാതെയാണ് മരിച്ചതെന്നുള്ള ചിന്ത അവളെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തി. ഉത്തമ ഭാര്യ എന്ന നിലയിൽ ഭർത്താവിന് വേണ്ടി ബലികളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ അർപ്പിച്ചു. ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ദൂതൻ റീത്തായ്ക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, റീത്ത, നിന്റെ പ്രാർത്ഥനകളും പ്രായശ്ചിത്ത പ്രവൃത്തികളും ദൈവം കണ്ടിരിക്കുന്നു. നിന്റെ ഭർത്താവിന്റെ ആത്മാവ് ദൈവം സ്വീകരിച്ചിരിക്കുന്നു. അവൾ എല്ലാ സാഹചര്യങ്ങളും പൊരുത്തപ്പെട്ടു. അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഭർത്താവിന്റെ മരണശേഷം അവൾ ശരീരത്തെ സ്വയം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ശരീരത്തെ സ്വയം പീഡിപ്പിക്കുകയും ചവിട്ടിക്കൊണ്ടടിക്കുകയും ചെയ്തു. യേശുവിന്റെ സഹനത്തിൽ പങ്കുചേർന്നു. അവൾ ഇടയ്ക്കിടെ ഉപവസിക്കാറുണ്ടായിരുന്നു. മാതാവിന്റെ തിരുനാൾ പ്രത്യേകം ആഘോഷിക്കാറുമുണ്ട്. അതിന്റെ തലേ ദിവസം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യാറുണ്ട്. അവൾ ഒരു നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന ചൊല്ലിയാൽ തന്നെ രോഗികൾ സുഖം പ്രാപിക്കും. റീത്ത രോഗികളെയും പാവപ്പെട്ടവരെയും സന്ദർശിക്കുകയും അവർക്ക് സഹായങ്ങൾ എത്തിക്കുകയും ചെയ്യാറുണ്ട്. വിശുദ്ധരോടുള്ള ഭക്തി അവളിൽ നിറഞ്ഞു നിന്നിരുന്നു. വിശുദ്ധ അഗസ്തീനോസ്, വിശുദ്ധ സ്നാപക യോഹന്നാൻ എന്നിവരോട് ഒരു പ്രത്യേക ഭക്തി റീത്തയ്ക്ക് ഉണ്ടായിരുന്നു. ഭർത്താവില്ലാത്ത കുറവുണ്ടെങ്കിലും മക്കളെ ഭക്തിയിലും ക്രിസ്തീയ മൂല്യത്തിലും അവരെ വളർത്തി. എന്നാൽ കൗമാരം പിന്നിട്ടതോടെ അവരുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ആരംഭിച്ചു. തങ്ങളുടെ പിതാവിനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാനുള്ള ചിന്ത അവരെ ആശ്ലേഷിച്ചു. പിതാവിന്റെ ഘാതകരെ പറ്റി കുട്ടികൾ ഇടയ്ക്കിടെ സംസാരിക്കുന്നത് റീത്ത കേട്ടു. അവരെ കൊല്ലുക തന്നെ. ഇത് കേട്ടപ്പോൾ റീത്ത ഞെട്ടിപ്പോയി. അവരെ വിളിച്ച് ക്ഷമയെയും സ്നേഹത്തെയും കുറിച്ച് പറഞ്ഞുകൊടുത്തു. എന്നാൽ കുഞ്ഞു മനസ്സിൽ ഘാതകരോടുള്ള പക കൂടിയതേയുള്ളൂ. റീത്ത ക്രൂശിതനോട് പ്രാർത്ഥിച്ചു, ഒന്നുകിൽ മക്കളുടെ മനസ്സ് മാറ്റിത്തരിക,
അല്ലെങ്കിൽ അങ്ങ് അവരുടെ ജീവൻ തിരിച്ചെടുത്തുകൊള്ളുക. അവരുടെ ആത്മാവ് നരകാഗ്നിക്ക് അർഹമാകുന്നതിനേക്കാൾ നല്ലത് മരിച്ച് സ്വർഗം പോകുന്നതാണ്. റീത്തയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഉടനെ തന്നെ 2 മക്കളെയും ദൈവം വിളിച്ചു. ഈ ലോകത്തിൽ റീത്ത തനിച്ചായി. കുറേ നാൾ ഏകാന്ത ജീവിതം നയിച്ചു. പള്ളിയുടെ ഒരു കോണിൽ പോയിരുന്ന് കുറേ നേരം പ്രാർത്ഥിക്കും. ഉപവാസവും പ്രാർത്ഥനയും റീത്ത വർദ്ധിപ്പിച്ചു. അത്യാവശ്യത്തിന് മാത്രമേ ഭക്ഷിച്ചിരുന്നുള്ളൂ. റീത്തയ്ക്ക് ഒരു രോമക്കുപ്പായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്കിടെ വീടിനടുത്തുള്ള പാറക്കെട്ടിൽ പോയിരുന്ന് റീത്ത ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: ഓ ദിവ്യനാഥ, അങ്ങ് എന്നാണ് എനിക്ക് കന്യകാലയത്തിന്റെ വാതിൽ തുറന്നു തരിക? വിശുദ്ധ അഗസ്തീനോസ് ഹിപ്പോയിലെ മെത്രാനായിരുന്ന കാലത്ത് സ്ഥാപിച്ചിരുന്ന 2 മഠങ്ങൾ കാസായിൽ ഉണ്ടായിരുന്നു. അവൾക്ക് അവിടേക്ക് യാത്രയായി. യാത്രയുടെ അവസാനം അവൾ വിശുദ്ധ മേരി മഗ്ദലേന മഠത്തിലെത്തി. അവിടെ ചാപ്പലിലിരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. അവിടുന്ന് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തി അവൾ ക്രൂശിത രൂപത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അവൾക്ക് മുന്നിലേക്ക് ഒരു പ്രകാശം വന്നു. മഠത്തിലേക്ക് പോയി റീത്ത തന്റെ ആഗ്രഹം അറിയിച്ചു. തന്റെ ജീവിതം മുഴുവൻ കേട്ട മഠാധിപ ഇങ്ങനെ പറഞ്ഞു: ഒരു വിധവയെ ഇതുവരെ മഠത്തിലെടുത്തിട്ടില്ല. അവിടുന്ന് ഇറങ്ങി റീത്ത ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നതിന് ശേഷം വീണ്ടും മഠത്തിലെ മദറിന്റെ അടുത്ത് വന്നു. അപ്പോഴും അവൾക്ക് മുന്നിൽ വാതിൽ അടയ്ക്കപ്പെട്ടു. റീത്ത പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വരം കേട്ടു: റീത്ത, റീത്ത, നിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടിരിക്കുന്നു. വിശുദ്ധ മേരി മഗ്ദലേന മഠത്തിന്റെ വാതിൽ നിനക്കായി തുറക്കാൻ പോകുന്നു. ആ സ്വരം കേട്ട് അവൾ വാതിൽ തുറന്നു. ഒട്ടകരോമം ധരിച്ച ഒരാൾ വാതിലിൽ നിൽക്കുന്നു. അരയിൽ തോൽവാറുമുണ്ട്. അത് തനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട വിശുദ്ധ സ്നാപക യോഹന്നാൻ തന്നെ. വഴിയിൽ വെച്ച് വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ നിക്കോളോസും പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ടു. അവരുടെ അകമ്പടിയോടെ അവളെ മഠത്തിലേക്ക് യാത്രയാക്കി. ജനലുകളും വാതിലുകളും അടച്ച ആവൃത്തിയിലേക്കുള്ളിലേക്ക് അവളെ എത്തിയ ശേഷം വിശുദ്ധർ അപ്രത്യക്ഷമായി. പ്രഭാതത്തിൽ ഉണർന്ന സിസ്റ്റേഴ്സ് ആവൃത്തിയിൽ ഇരിക്കുന്ന റീത്തയെ കണ്ട് ഞെട്ടിപ്പോയി. ജനലും വാതിലും അടച്ച ആവൃത്തിക്കുള്ളിൽ ഈ അൽമായ സ്ത്രീ എങ്ങനെ വന്നു? അവിടുത്തെ മദർ മാത്രമേ അവളെ പരിചയമുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾ റീത്ത വിവരിച്ചു. റീത്തയുടെ ജീവിതത്തിലെ വൈദിക ഇടപെടൽ കേട്ട സഹോദരിമാർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു: നിന്നെ ഞങ്ങൾ ഒടുവരായി സ്വീകരിക്കുന്നു. അങ്ങനെ കുഞ്ഞുനാൾ മുതലുള്ള അവളുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിനുള്ള സമയമായി. മഗ്ദലേന മഠത്തിൽ വെച്ച് അഗസ്തീനിയൻ സഭാവസ്ത്രം അവൾ സ്വീകരിച്ചു. അത്ഭുതകരമായി മഠത്തിലെത്തിയ ദിവസം പ്രാർത്ഥനാപൂർവ്വം ആഘോഷിച്ചു. അങ്ങനെ ദാരിദ്ര്യം, കന്യാത്വം, അനുസരണം എന്നീ വ്രതങ്ങൾ പാലിച്ചുകൊണ്ട് സമർപ്പണ ജീവിതം നയിക്കാൻ തീരുമാനമെടുത്തു. മറ്റു സഹോദരിമാരോടൊപ്പം റീത്തയും വ്രതവാഗ്ദാനം നടത്തി. യേശുവിന്റെ മണവാട്ടിയായി രാത്രി മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് സ്വർഗീയ ദർശനമുണ്ടായി. സ്വർഗമെത്തുന്ന ഒരു ഗോവണി. ഈ ഗോവണിയിലൂടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഈ സ്വപ്നത്തിന്റെ അർത്ഥം ഗ്രഹിക്കാനാകാതെ വിഷമിച്ച സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി: റീത്ത, ദൈവത്തോട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഗോവണി ചവിട്ടിക്കയറി വരിക. അർത്ഥം മനസ്സിലാക്കിയ റീത്ത സഹനത്തിന്റെ വഴിയിലൂടെ നടക്കാൻ തീരുമാനിച്ചു. റീത്തായ്ക്ക് ഒരു ഉടുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വസ്ത്രമാകട്ടെ കീറിയ ഭാഗം തുണിക്കഷ്ണങ്ങൾ വെച്ച് കേടുപാടുകൾ തീർത്തിരുന്നു. മരിച്ചപ്പോഴും ആ ഉടുപ്പ് തന്നെയാണ് ധരിച്ചിരുന്നത്. മഠത്തിൽ റീത്തായ്ക്ക് ഇടുങ്ങിയ റൂമാണ് കിട്ടിയത്. കഷ്ടിച്ച് മുട്ടുകുത്താൻ മാത്രം സ്ഥലമുള്ള ഒരു മുറി. എന്നാലും റീത്ത അതിൽ സംതൃപ്തിയായിരുന്നു. ഒഴിവു സമയങ്ങളിൽ മുറിയിലെ ക്രൂശിത രൂപത്തിന്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. മേലധികാരികളുടെ വാക്ക് അനുസരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. ശരീരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധത പാലിച്ചു. ഉപവാസ ദിവസങ്ങളിൽ തന്റെ ജോലികൾ മുടക്കിയിരുന്നില്ല. ക്ഷീണം വരുമ്പോൾ ചുമലിൽ ചാരിയിരിക്കും. രാത്രി 4-5 മണിക്കൂർ മാത്രമാണ് ഉറങ്ങിയിരുന്നത്. ഒരിക്കൽ വിശുദ്ധ റീത്തായെ പരീക്ഷിക്കാൻ മദർ തീരുമാനിച്ചു. തോട്ടത്തിൽ ഒരു ഉണങ്ങിയ മുന്തിരിച്ചെടി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ചെടിക്ക് എന്നും വെള്ളമൊഴിക്കാൻ മദർ കൽപ്പിച്ചു. അതൊരു പാഴ്ജോലിയാണെന്നറിഞ്ഞിട്ടും അനുസരണത്തിന്റെ പേരിൽ അവളത് പാലിച്ചു. ഒടുവിൽ ആ അനുസരണത്തിന് ബലമുണ്ടായി. അത് തളിർത്തു. അതിൽ 10 ഫലങ്ങളുണ്ടായി. 600 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ആ ചെടിയിൽ ഫലങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ മുന്തിരിച്ചെടി നശിക്കാതെ ഇന്നും അത്ഭുത ചെടിയായി അവിടെ ഇരിക്കുന്നു. ഇഹലോക ജീവിതത്തിൽ അനേകം തവണ പിശാച് റീത്തയെ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം അവൾ വിശുദ്ധ കുരിശിന്റെ നാമത്തിൽ അതിനെ ബഹിഷ്കരിച്ചു. 1457 മെയ് 22 റീത്തയുടെ ആത്മാവിനെ മാലാഖമാർ സ്വർഗത്തിലേക്ക് സംവഹിച്ചു കൊണ്ടുപോയി. മരിക്കുമ്പോൾ പുണ്യവതിക്ക് 76 വയസ്സായിരുന്നു. തന്റെ മരണം പുണ്യവതി ദർശനത്തിലൂടെ മുൻകൂട്ടി അറിഞ്ഞിരുന്നു. റീത്തായുടെ മരണസമയത്ത് മഠത്തിലെ മണി താനേ മുഴങ്ങി. ഒരുപാട് ആളുകൾ മഠത്തിലേക്ക് ഓടിയെത്തി. മരണവാർത്ത അറിഞ്ഞ് ഒരുപാട് പേർ വ്യസനപ്പെട്ടു. റീത്ത മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും ശരീരം കേടുകൂടാതെ ഇരിക്കുന്നു.